ഇരുട്ടു വീഴാൻ ഇനി ഏറെ നേരമില്ല. ഒരു കൂട്ടം കാക്കകൾ കൂട്ടിലേക്ക് മടങ്ങുകയാണ്. അവർ പല സ്ഥലത്തുനിന്ന് ഒത്തുചേർന്നവരാണ്. അതുകൊണ്ട് അവർക്ക് പല വിശേഷങ്ങളും പങ്കുവയ്ക്കാനുമുണ്ട്. ആ ദിവസത്തെ വിശേഷങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ടു പറഞ്ഞു. വേഗം പറക്കിൻ കൂട്ടരെ, ഇരുട്ടിപ്പോൾ വന്നെത്തും. നമുക്കിനിയും ഒരുപാട് പോകാനുണ്ട്. കാക്കകളുടെ നേതാവ് പറഞ്ഞു. അദ്ദേഹമാണ് അവരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ. ലോകം ഏറെ കണ്ടവൻ, ഏറെ അറിവുള്ളവനും. പക്ഷെ നമ്മുടെ കൊച്ചു കാക്കയ്ക്ക് വേഗത്തിൽ പറക്കാൻ കഴിയുന്നില്ല. അവന്റെ വയറ് നിറഞ്ഞിട്ടില്ല. ഇന്നൊരു നല്ല ദിവസമായിരുന്നില്ല. അരവയർ മാത്രം നിറഞ്ഞു. മറ്റുള്ളവർക്കെല്ലാം നിറച്ചു കിട്ടിക്കാണും. അവന്റെ ചിറകിന്റെ വേഗം കുറഞ്ഞു. ഇപ്പോൾ അവനാണ് ഏറ്റവും പുറകിൽ. നീ എന്താ കൊച്ചുകാക്കെ പുറകോട്ട് പറക്കുന്നു? ഇരുട്ടടുത്തെത്തി, അപകടങ്ങളും അടുത്താണ്. കൂട്ടത്തിൽ നിന്ന് വഴി തെറ്റാതെ. നേതാവ് അവനെ മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ അവർ ഒരു പുഴയ്ക്ക് മുകളിലൂടെയാണ് പറക്കുന്നത്. അല്ല, ആ പുഴക്കരയിൽ കാണുന്ന എന്താണ്? ആ സന്ധ്യപ്രകാശത്തിലും അവനും തെറ്റിയില്ല. അതൊരു മീൻ. അത് പുഴക്കരയിൽ ചത്തുകിടക്കുകയാണെന്ന് തോന്നുന്നു. എന്തുപറ്റി? എന്തിനാണ് അവൻ താഴേക്ക് പറക്കുന്നത്? കൂട്ടുകാരെ, അത് അപകടമാണ്. ഇവിടെ നിൽക്കാൻ സമയമില്ല. നമുക്കൊരാൾക്ക് വേണ്ടി ഒരു കൂട്ടത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. വേഗം പറക്കൂ. ഇതൊന്നും ശ്രദ്ധിക്കാൻ കൊച്ചുകാക്ക സമയമുണ്ടായിരുന്നില്ല. അവന്റെ ചിന്ത മുഴുവൻ മീനിലായിരുന്നു. അവൻ പുഴക്കരയിൽ പറന്നിറങ്ങി. ഹായ്, അതൊരു മീൻ തന്നെ, അതും മുഴുത്ത ഒന്നും. കൊച്ചുകാക്ക മീൻ കൊത്തി. ഥോ! ഒറ്റയടി കാക്ക വീണുപോയി. എന്താ പറ്റിയത്? ഒരു മുതലയുടെ വാൽ വെള്ളത്തിൽ മറയുന്നത് അവൻ കൺകോണിലൂടെ കണ്ടു. അപ്പോൾ അതാണ് കടിച്ചത്. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇല്ല, കഴിയുന്നില്ല. ഉച്ചത്തിൽ നിലവിളിച്ചു. കൂട്ടുകാർ തന്നെ രക്ഷിക്കാൻ എത്തില്ലേ? ഇല്ല, ഇരുട്ടു പരന്നു കഴിഞ്ഞു. അവർക്കും വരാൻ കഴിയില്ല. മുതലക്കരയിലേക്ക് ഇഴഞ്ഞു കയറി പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാക്കക്കൂട്ടം കൊച്ചു കാക്കയുടെ നിലവിളി കേട്ടു. അത് കൂട്ടത്തിൽ നിന്നും ചാടുന്നവന്റെ വിധിയാണ്. എല്ലാവർക്കും അതൊരു പാഠമായിരിക്കട്ടെ, നേതാവ് പറഞ്ഞു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൂസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.